കഴിഞ്ഞ ജന്മത്തിൽ തുള്ളി വെള്ളം കൊടുത്തിട്ടില്ല ആർക്കൊക്കെയോ. ഇപ്പൊ നല്ല സമയമല്ലേ ഈ ചൂട് കാലത്ത്, ഇതുപോലെ സപ്താഹമൊക്കെ ഉള്ളപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല ജലമൊക്കെ വിതരണം ചെയ്യുക, പൊതുജനങ്ങൾക്കായിട്ട് കിണർ കുഴിക്കുക, ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. പണ്ട് കാലത്ത് പറയും പനി വന്നാൽ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ. അപ്പൊ ഇതെന്തുകൊണ്ടാണ്? ജന്മാന്തര കൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. അപ്പൊ ഓരോ ജന്മത്തിലും നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് എഴുതിയിട്ട് അത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് ക്യാരി ഓവർ ചെയ്തെഴുതും, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യപ്പെടും? അടുത്ത ജന്മത്തിലേക്ക്. എന്തെല്ലാം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? നല്ലതും ചീത്തയും. വേറെ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? വേറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ലോകത്തില് മനുഷ്യന് ഏറ്റവും ഭയപ്പാടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മരണമാണ്. ലോകത്തിലെല്ലാ നീതിന്യായ വ്യവസ്ഥയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന മരണത്തെയാണ്. മരണശിക്ഷയല്ലേ ഏറ്റവും വലിയ ശിക്ഷ. ആചാര്യന്മാര് പറയും നമ്മളുടെ നിദ്ര എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു മരണമാണ്. എന്നാൽ മരണം എന്ന് പറയുന്നതോ ശാശ്വതമായിട്ടുള്ള നിദ്ര. ഇത്രേ വ്യത്യാസമുള്ളൂ. പക്ഷെ ഈ മരണം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഭയമാണ്. ഈ മരണത്തിനെ നമ്മളൊരു തീർത്ഥയാത്രയോടുകൂടി ഉപമിച്ചാൽ എങ്ങനെ ഇരിക്കും? തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ എന്താണ്? നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് പോവോ? നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. ഇതുപോലെ തന്നെയാണ് മരണം എന്ന് പറയാണ്. മരണം വരുമ്പോൾ എല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, അല്ലെ? അവിടെ ചോയ്സും ഇല്ല. ആകെ എന്താണ്? നമ്മൾ ചെയ്ത സത്കർമ്മങ്ങളും കുരുത്തക്കേടും ഇതെല്ലാം നമ്മുടെ കൂടെ വരും. വേണ്ടെന്ന് വെച്ചാലും വരും, യാതൊരു സംശയവും ഇല്ല. എന്നിട്ട് നമ്മുടെ കയ്യിലിരിപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മുടെ യാത്രയും താമസവും ഒക്കെ. അപ്പം നമ്മുടെ കയ്യിൽ തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ പോകാം, അല്ലെങ്കിലോ ട്രെയിനിൽ പോകാം, ബസ്സിൽ പോകാം, ഓട്ടോയിൽ പോകാം, നടന്നു പോകാം. ഇതുപോലെ തന്നെ യമദേവൻ വരുമ്പം നോക്കും കയ്യിൽ എത്രയുണ്ട് പുണ്യം. നിറയെ പുണ്യം ഉണ്ടെങ്കിൽ നല്ല ലോകങ്ങളിലൊക്കെ കൊണ്ടുപോയിടും, കാര്യങ്ങളൊക്കെ സുഖാവും. കുരുത്തക്കേടാണുള്ളതെങ്കിലോ അതുപോലെയുള്ള ലോകങ്ങളിലേക്ക് കൊണ്ടുപോകും, യാത്രയും ദുർഘടാകും. പിടികിട്ടിയോ? അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണനോട് അർജുനൻ ഭഗവത്ഗീതയിൽ ചോദിക്കുന്നുണ്ട്, അല്ല ഭഗവാനെ, ഈ പല ജന്മങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ഈ ജന്മങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഈ ജന്മത്തിൽ ഞാൻ ചെയ്തതെല്ലാം ഇവിടം കൊണ്ട് തീരുവോ? അടുത്ത ജന്മത്തിൽ ഒന്നേ തൊട്ട് തുടങ്ങണോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, അതൊന്നും വേണ്ട അർജുന, ഈ ജന്മത്തിൽ നീ സത്കർമ്മങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത ജന്മത്തിൽ വീണ്ടും സത്കർമ്മങ്ങളും ഈശ്വര ആരാധനയും ക്ഷേത്ര ദർശനവും ഒക്കെ നടത്താൻ സാഹചര്യമുള്ള ഒരു ഗൃഹത്തിലെ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ പോയി സ്ഥാനം പിടിക്കും. അതല്ലെങ്കിലോ ഈശ്വരനെ നിന്ദിച്ചുകൊണ്ട് കൊടിയും പിടിച്ചുകൊണ്ട് നടക്കും, അല്ലേ? അത് അവർക്കും എന്ത് വേണം? കുറേ കാലം കഴിയുമ്പോൾ ഈ റൂട്ടിലൂടെ വരാതെ പറ്റില്ല. കാരണം എന്താ? ഈശ്വരനിൽ നിന്നല്ലേ നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത്, തിരിച്ച് അങ്ങോട്ട് എത്തണം. ഈശ്വരിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നല്ല പരിശുദ്ധമായാലേ അവിടെ സ്വീകരിക്കത്തുള്ളൂ, അല്ലേ? അപ്പൊ എന്ത് വേണം? ഇന്ന് നമ്മളെ കളിയാക്കുന്നവരുണ്ടല്ലേ, എപ്പം നോക്കിയാലും അമ്പലം വിഴുങ്ങി അമ്പലം നിരങ്ങി എന്നൊക്കെ പറയുന്നവര്, ഇവരെല്ലാം ഒരു 4-5 ജന്മം കഴിഞ്ഞ്, അല്ലെ ഒരു 10 ജന്മമൊക്കെ കഴിഞ്ഞ് ഇതുപോലെ സപ്താഹത്തിനൊക്കെ വന്നിരിക്കും. എന്നിട്ട് പരിശുദ്ധരായി മനസ്സ് ശുദ്ധിയായിട്ടേ ഈശ്വരിലേക്ക് വരാൻ പറ്റൂ. നമ്മൾ അഹങ്കരിക്കണ്ട, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. നമ്മൾ അതുകൊണ്ട് എന്ത് വേണം? ഇടം വലം തിരിഞ്ഞു നോക്കാതെ വെച്ചു പിടിച്ചു പോണം, അല്ലേ? നമുക്ക് കൃത്യമായിട്ട് റൂട്ട് കിട്ടിയില്ലേ? ഈ ജീവിതയാത്രയില് കഴിഞ്ഞ കുറേ ജന്മങ്ങളുണ്ട്, കുറേ ഭർത്താക്കന്മാരും ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ ഏത് ഭർത്താവിനെയും ഭാര്യയാ നോക്കണത്? നമ്മുടെ വഴി റൂട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അങ്ങ് പോയേക്ക്, ഡബിൾ ബെല്ലടിച്ച് വിടുക വണ്ടി എന്ന് പറയുന്നത് പോലെ നമ്മൾ അങ്ങ് പോകുക. അപ്പോൾ എത്ര മാത്രം പൂർവജന്മ സുഹൃതം ഉള്ളത് കൊണ്ടാണ് ഭാഗവതം കേൾക്കാനും ഒരു ക്ഷേത്രത്തിൽ കാല് വയ്ക്കാനും രാമ എന്നുള്ള നാമം ജപിക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഈ ഋഷിമാരെന്താണ്? നിരന്തരമായി ഓരോ ജന്മങ്ങളിലൂടെ ആർജിച്ച തപശക്തി മൂലമാണ് അവർക്ക് ഇവയെല്ലാം എഴുതാൻ സാധിക്കുന്നത്, നമുക്കായിട്ട് സമ്മാനിക്കാൻ സാധിക്കുന്നത്, അല്ലെ? എത്ര പുരാണങ്ങളെയാണ് വേദവ്യാസ മഹർഷി ക്രോഡീകരിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, ഈ ഗുരു
ഇപ്പൊ വേദവ്യാസ മഹർഷി അല്ലെങ്കിൽ വാൽമീകി മഹർഷി എന്നൊക്കെ പറയുന്നത് പരമഗുരുക്കന്മാരാണല്ലേ. ഇവർക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മഹാഭാരതവും വേദങ്ങളെ എല്ലാം കാറ്റഗറൈസും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ ആ ബദരിയില് മാനായില് ഗുഹയിൽ പോയി വിഷമിച്ചിരുന്നത്. എനിക്ക് മനസ്സിനൊരു സുഖവും കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് അല്ല. വേദവ്യാസ മഹർഷി അങ്ങനെയല്ലേ ഇരുന്നേ. വാൽമീകി മഹർഷിയോ ആ ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ വേടൻ അമ്പ് ചെയ്തപ്പോ മാനിഷാദ എന്നൊക്കെ പറഞ്ഞിട്ട് ദുഃഖിച്ച് ഗുഹയിൽ വന്നിരുന്നു. അപ്പൊ എല്ലാം ദുഃഖത്തിൽ നിന്നൊക്കെ സങ്കടത്തിൽ നിന്നൊക്കെയാണ് പലപ്പോഴും നല്ല കൃതികൾ ഉണ്ടായിരിക്കുന്നത്. ജയിലിൽ വെച്ചിട്ടാണ് ലോകപ്രശസ്തമായിട്ടുള്ള എല്ലാ ക്ലാസിക്കുകളും ഉണ്ടായിരിക്കുന്നതെന്ന് പറയാണ്. ജയിലിൽ കിടക്കുമ്പോഴാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ, പക്ഷെ മനസ്സിനെ പിടിച്ചു നിർത്തണം. വളരെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള കൃതികളൊക്കെ വരും. അപ്പൊ ഇവിടെ എന്താണ്, ഗുരു എങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മുന്നിലെത്തും. നമുക്കൊക്കെ തോന്നും നമുക്കൊരു നല്ല ഗുരു ഉണ്ടായിരുന്നെങ്കിൽ, വഴി കാണിക്കാനുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലേ. പക്ഷെ ഈ ഗുരുവിനെ അന്വേഷിച്ച് എത്രയെന്ന് വെച്ചാണ് നമ്മൾ നടക്കുക അല്ലേ. അപ്പൊ ഇവിടെ പറയാണ് ഗുരുവിനെ തപ്പി നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കൊന്നും വേണ്ട. അതിന് പകരം എന്ത് ചെയ്താൽ മതി, ഗുരുവിനെ ലഭിക്കാനുള്ള യോഗ്യത നമ്മൾ വളർത്തിയെടുത്താൽ മതി. അപ്പൊ എന്തു വരും, ഗുരു തന്നെ നമ്മുടെ മുന്നിൽ ഹി വിൽ ബി ഫോഴ്സ് ടു കം എന്നുള്ള രീതിയിലാവും. അദ്ദേഹത്തിന് നമ്മുടെ മുന്നിൽ വരാതെ നിവൃത്തിയില്ല. അത് തന്നെയല്ലേ വ്യാസഭഗവാന്റെ കാര്യത്തിൽ സംഭവിച്ചത്. വ്യാസഭഗവാന്റെ മുന്നിലേക്ക് നാരദ മഹർഷി എത്തിച്ചേരുകയാണ് ചെയ്തത്. വാൽമീകി മഹർഷിയുടെ മുന്നിലേക്കോ നാരദ മഹർഷിയും ബ്രഹ്മാവും എല്ലാം വന്ന് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്പൊ നമ്മളും എന്ത് ചെയ്താൽ മതി, ഗുരുവിനെ ലഭിക്കാനുള്ള യോഗ്യത ഉണ്ടാക്കിയെടുത്താൽ ആ ഗുരു നമ്മുടെ മുന്നിലെത്തും. പക്ഷെ ആ ഗുരു എങ്ങനെയുള്ളവനായിരിക്കും? ഗുരു എന്നാൽ സർവജ്ഞൻ. സർവജ്ഞൻ എന്ന് പറഞ്ഞാലോ നമ്മളൊക്കെ ആരാ? അല്പജ്ഞൻ അല്ലേ. നമുക്ക് അജ്ഞനൊന്നുമല്ല, അജ്ഞരൊന്നുമല്ല, നമുക്ക് അല്പം അറിയാം എല്ലാവർക്കും. പക്ഷേ സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എല്ലാം അറിയാവുന്നവനായിരിക്കും സർവജ്ഞൻ. നമ്മുടെ കാലഘട്ടത്തില് അല്ലെങ്കിൽ കുറെ കാലം മുമ്പ് വരെ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതായത് ചട്ടമ്പി സ്വാമി തിരുവടികളോട് ഒരിക്കല് കുറെ ആളുകൾ ചോദിച്ചു, അല്ല തിരുവടികളെ നമുക്ക് ചെറിയ ആശ്രമമൊക്കെ ഉണ്ടാക്കി കുറച്ച് വിദ്യാലയങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പൊ ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഈ കിളവനെ വെറുതെ വിട്, ഈ കിളവനെ വെറുതെ വിട്, ഇതാണ് മറുപടി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നമുക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ ഒന്ന് തുടങ്ങണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊക്കെ ഒരു 50 വർഷത്തിന് ശേഷം ഉണ്ടായിക്കോളും. പിന്നെ ഉണ്ടായില്ലേ അല്ലെ. വിദ്യാധിരാജ പോലെയുള്ള ചട്ടമ്പി സ്വാമി തിരുവടികളുടെ കീഴില് പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. വരാൻ പോകുന്നതും വന്നതും എല്ലാം അറിയാം സർവജ്ഞൻ. അവര് ക്രാന്തദർശികളായിരിക്കും. ഇന്ന് ചില കവികളെയൊക്കെ നമ്മൾ ക്രാന്തദർശി എന്ന് പറയും. തെറ്റായ പ്രയോഗമാണ്. ക്രാന്തദർശി എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപുള്ളത് ഇന്ന് നാളെയുള്ളത് എല്ലാം അറിയുന്നവനായിരിക്കും അല്ലേ. പക്ഷെ ഇങ്ങനെ ഒന്നും അല്ലെങ്കിലും ചിലർക്ക് ഭാവമുണ്ട് തനിക്കെല്ലാം അറിയാം അല്ലേ. ഒരിക്കല് ഒരാള് ഒരു വേദിയിൽ പ്രഭാഷണത്തിനായിട്ട് പോയി. പ്രഭാഷണം എല്ലാം കഴിഞ്ഞിട്ട് അവിടെ കേൾക്കാൻ വന്നിരിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. അങ്ങനെ മറുപടി പറയാൻ പറ്റുന്ന ആര് മാത്രമേ ഉള്ളൂ? ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ അല്ലെ, ഗുരു. അങ്ങനെയുള്ള ഗുരു ഭഗവാനും തുല്യമാണ്. ഉടനെ നേരെ ഒരാൾ എന്നിട്ട് വന്നിട്ട് ചോദിച്ചു, അങ്ങ് മരിക്കുന്ന എന്നാന്ന് പറയാവൂ? തീർന്നില്ലേ? ദേഷ്യം വന്നു, കോപം വന്നു, എന്നെ അപമാനിക്കാനാണ്. അപ്പോൾ സർവജ്ഞനാണെങ്കിൽ ആ ഗുരുവിന് വളരെയധികം വിനയം കാണും. എന്തിനാ? എല്ലാം അറിയാമെങ്കിലും തൻ്റെ ശിഷ്യന്മാർക്ക് ഇത് കാണിച്ചു കൊടുക്കണം, വിനയം വേണമെന്ന്. അപ്പോൾ പൂർവ്വജന്മങ്ങളിൽ എത്രയോ ആർജിച്ച ആ തപസ്. അമൃതാനന്ദമയി അമ്മ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അമ്മ എങ്ങനെയാണ് ഈ ലോകത്തിനെ മുഴുവൻ കൊണ്ടു നടക്കുന്നത്? എത്രയോ ജന്മങ്ങളിലായിട്ട് അവരിൽ ആർജിച്ച ആ ഒരു തപശക്തിയാണ് അവരിൽ ഓരോരുത്തരിലേക്കും പകർന്നു വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഗുരുക്കന്മാർ, വ്യാസഭഗവാനെ പോലെയുള്ള ഗുരുക്കന്മാർ, നമുക്ക് സർവജ്ഞരായിട്ടുള്ള ഗുരുക്കന്മാർ സമ്മാനിച്ച സത്യം എന്നുള്ളതാണ് ഈ ശ്രീമദ് ഭാഗവതം അല്ലെ. ആ ശ്രീമദ് ഭാഗവതം എന്താണ്? ഭഗവാന്റെ സ്വരൂപധ്യാനമാണ്. നിർഗുണധ്യാനം ഒന്നും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ല അല്ലെ. രൂപമൊന്നും ഇല്ലാതെ ഭഗവാനെ ധ്യാനിക്കാൻ മാത്രമുള്ള അവസ്ഥയിലില്ല. അപ്പൊ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള സ്വരൂപധ്യാനമാണ് നമ്മൾ ഈ ഭാഗവതത്തിൽ ചെയ്യുന്നത്.